അപ്പൊ എവിടെ നമ്മൾ നോക്കിയാലും അവിടെയെല്ലാം അധർമ്മത്തിൽ മുമ്പന്തിലായി സമുദായം. യുക്തിവാദികളുടെ വിഷയത്തിലാണെങ്കിൽ നമ്മളെ മുമ്പിൽ കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നായി കേരളത്തിലേക്ക് വരുന്നത്. 80% മുസ്ലിങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് എക്സൈസ് വകുപ്പിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർ കണക്ക് നിരത്തിയത് ഞാൻ കേട്ടതാണ്. 80%. ഇവിടെ എന്തെല്ലാം ആൾക്കാരുണ്ട്. ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, യഹൂദന്മാരുണ്ട്, സിഖുകാരുണ്ട്, ബുദ്ധന്മാരുണ്ട്, നായന്മാരുണ്ട്, നമ്പൂരിമാരുണ്ട്, ഹരിജനുണ്ട്, ഗിരിജനുണ്ട്, പട്ടിക യുവമാർക്ക് ആകെ എടുക്കാൻ ആകെ ഉള്ള 20% ഉള്ളൂ. ബാക്കി ആകെ കാക്കാന്മാരുണ്ട്. 80%. ആത്മഹത്യ നിരക്ക് നിർത്തി നോക്കി. 30 കൊല്ലം മുമ്പ് എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് വർക്കല ശിവഗിരിയിലെ സ്വാമി അങ്കമാലിൽ വെച്ച് പറഞ്ഞതാ, ഏറ്റവും കൂടിയ ആത്മഹത്യ നിരക്ക് ഹിന്ദുക്കളിലാണ്, ഏറ്റവും കുറഞ്ഞ ആത്മഹത്യ നിരക്ക് ഈ ഇമാമിന്റെ സമുദായത്തിലാണ്. 30 കൊല്ലം മുമ്പ്. ഇപ്പൊ അയാളെ വിളിച്ചിട്ട് സ്റ്റേജിൽ കയറ്റി അയാൾ പറയും ഏറ്റവും കൂടുതൽ ആത്മഹത്യ നിരക്ക് കാക്കാന്മാരുടെ ഇടയിലാണ്. എന്തോരം താത്താന്മാരാ തൂങ്ങിയാവണ. ഇപ്പൊ അടുത്ത ദിവസം ഒരു താത്ത പെണ്ണിട്ടില്ല, നല്ല ചെറുപ്പക്കാരി പെണ്ണ് മൂത്രം ഒഴിച്ച് കൊച്ച് 6 മാസം പ്രായം കണ്ടായ കൊച്ചാണ്. കൊച്ചിനെ കയ്യിൽ പിടിച്ച കൊച്ചു മൂത്രം ഒഴിച്ചപ്പോ ഈ സ്റ്റെപ്പേ ചാടിയിട്ട് മുതിയാപ്പിളയുടെ കെട്ടുവന്റെ വസ്ത്രത്തിലേക്ക് കണ്ട് ഇത്തിരി തെറിച്ചു. അയാൾ ദേഷ്യപ്പെട്ടു. അപ്പൊ തന്നെ കൊച്ചിനെ അവിടെ കിടത്തിട്ട് ആ പുള്ളിക്കകത്ത് കയറിട്ട് തൂങ്ങിച്ചെത്തു. എന്നാ ഇനി വഴക്ക് പറഞ്ഞ എങ്ങനെയാണെന്ന് അറിയട്ടെ ചെയ്തേക്കണ പണി. പക്ഷെ കാലാകാലം നരകത്തിലാണെന്നുള്ള വിജ്ഞാനം സമുദായത്തിന് നഷ്ടപ്പെട്ടു. 30 കൊല്ലത്തിന് മുമ്പ് അതുണ്ടായി. 30 കൊല്ലം കഴിഞ്ഞപ്പോൾ അതില്ലാതെയായി. ആത്മഹത്യക്ക് കൂടുകയാണ്. ഞാൻ പറയാ, പടച്ചവനോർത്ത് ചെയ്തു പോകല്ലേ. നിസ്കാരോ നോമ്പോ എന്തുണ്ടെങ്കിലും തകർന്നു. ആത്മഹത്യയുടെ ഗൗരവം അതാണ്. അപ്പൊ ആ വിഷയത്തിന് മുമ്പിലാണ് കമ്മിറ്റിക്കാരോട് ചോദിച്ച്, പള്ളി പണിയാനോ മദ്രസ പരിപാലിക്കാനോ കമ്മിറ്റിക്ക് നേരമില്ല. ആകെ വിവാഹമോചന കേസുകളാണ്. കുടുംബക്കോടതിയിൽ വന്നേക്കണ കേസുകളിൽ നല്ലൊരു ശതമാനവും മുസ്ലിം സമുദായത്തിന്റെ. നിങ്ങൾ എടുത്തു നോക്ക്, ഞാൻ ഈ പറഞ്ഞൊക്കെ ശരിയാണോ? കുടുംബം തകരിയാണ്. എന്താ കാരണം? എന്താ എങ്ങനെയാ കുടുംബം എന്താ തുടങ്ങണേന്നറിയില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു ഭ്രാന്തൻ ചെറുക്കൻ വാട്ടർ ബോട്ടിലും സഞ്ചിയൊക്കെ പുറത്തിട്ടുകൊണ്ട് അണ്ടർവെയർ വിട്ട് പള്ളിക്കുടുത്തി പോണായി ഇങ്ങനെ കിടന്നു. എന്നിട്ട് എന്നോട് വിളിച്ചിട്ട് പറയാ ഒരാള്, നിങ്ങളെപ്പോലുള്ളവർ ഇതിനൊക്കെ നിരോധിക്കാത്ത എന്താ, ഇതിനൊക്കെ നിർദ്ദേശിക്കാത്ത? ഞങ്ങൾക്ക് തൊട്ട പോലീസിന്റെ പണിയാ. അത് ഭ്രാന്തന്മാരെ ചികിത്സിക്കുന്ന സൈക്കാട്രിസ്റ്റാ ഞാൻ. ഇവനെ വല്ല ഇവിടെ തൊട്ടടുത്ത് കുസുമഗിരി ഉണ്ട്, ഈ ഭാഗത്തുള്ളവരാണ് ഈ ഭ്രാന്താശുപത്രി കൊണ്ടുവന്നാക്കണം. അല്ലാണ്ട് ഇത് അറിയാൻ പാടില്ലാന്ന് കരുതിയാണോ മാനുകൾ? ഞാൻ ഇന്ന് ചോദിക്കട്ടെ, ഈ കള്ളു കുടിക്കണ ആൾക്ക് ഇത് ശരിയാന്നുള്ള നിലയ്ക്കാണ് ആള് കുടിക്കണേ? പലിശ മേടിക്കണ ആൾക്ക് ഇത് ഹലാലാണെന്ന് ഇത് ഹറാമാണെന്ന് അറിയാൻ പാടില്ലാണ്ടപ്പോ പലിശ മേടിക്കണത്? വീട് വലിക്കണ കാക്കാക്ക് ഇത് നല്ല സുന്നത്തായ കാര്യമാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ ഇപ്പൊ ഈ കാക്ക ഇത് വലിക്കണേ? ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നും അറിവില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഉസ്താദന്മാർക്ക് അതേ പറ്റുള്ളൂ. അറിവില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഇത് അറിഞ്ഞിട്ട് മനഃപൂർവ്വം ഇപ്പൊ എന്താ ചെയ്യാ? ഇന്ന ആഴമെന്നിക്കായി ബറക്കത്തുൻ ഐസറുഹു മൂനത്തുൻ, ഇതല്ലേ ഇപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഏറ്റവും ലളിതമായ വിവാഹത്തിലാണ് അള്ളാഹുവിന്റെ ബറക്കത്ത്. ഇന്ന് ഏറ്റവും കൂടുതൽ വിവാഹത്തിൽ ആർഭാടം കാണിക്കണം ആരാ? ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ? അതേ ഉത്തമ സമുദായമാണ് നമ്മളാണോ? ഒരൊറ്റ കല്യാണം ചൊവ്വാറുണ്ടോ? നോക്കി, ഈ ആർഭാടം നടത്തി കല്യാണം കഴിച്ച ഒരൊറ്റ കുടുംബത്തിലെ ദമ്പതികൾ സ്വസ്ഥയിൽ ജീവിക്കണ്ടോ? നമ്മൾ കുഴപ്പമുണ്ടാക്കിയാണ്. ദഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ് ലിയുദീഖഹും ബഅദല്ലദി അമിലൂ ലഅല്ലഹും യർജിഊൻ. ചുമ്മാ ഇങ്ങനെ ഒന്ന് ഞൊട്ടിയതാണ് തുർക്കീനെ. ചുമ്മാ ഇങ്ങനെ ഞൊട്ടിയത്. കയ്യിലിരിപ്പ് മോശമായതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ ഞൊട്ടിയപ്പോ നിങ്ങൾ കണ്ടു 1000 അടി പോയി. അതെന്തിനാ നിങ്ങളെ കാണിച്ചെന്നറിയോ? നിങ്ങളുടെ അടുത്ത് ചൊവ്വില്ലാത്തവരെ ഉണ്ടാവാണ്ടിരിക്കാൻ. അതാ ഖുർആൻ പറഞ്ഞേ. അത് കണ്ടിട്ട് പഠിക്കാൻ അല്ലാഹു തആല നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാണ്. വിഷയം മാറിപ്പോയില്ലേ, അവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നെന്താ, ഈ മാഷറാന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റാത്ത കട്ടാന്ന് പറഞ്ഞാണെങ്കിൽ പറഞ്ഞിപ്പോ പറഞ്ഞു. ഇതാണ് ഭയാനകമായ മാഷറ വൻസഭയിൽ മനുഷ്യൻ നെട്ടോട്ടമോടുകയാണ്. മാഷറ ചെറുതൊന്നും അല്ല കേട്ടോ. ഞാനൊരു വാക്ക് നിങ്ങളോട് പറയുകയാണ്, ഇത് മനസ്സിലിരുന്നോട്ടെ. മാഷറ നിങ്ങളോട് പറയും ഇനി ഇത്തിരി കൂടെ കഴിയുമ്പോ. പടച്ചവനെ, ഞങ്ങളത് നരകത്തിലേക്കൊന്ന് മാറ്റിത്താട്ടെ അല്ലോ. ഇതാണ് മാഷറ. ചെറിയ കാര്യമാണോ? നെട്ടോട്ടമോടുകയാണ് മാഷറയിൽ. അപ്പോൾ ഇതാ കാണാൻ കുറെ പുരുഷൻ. എന്തിനാണ് മക്കളെ വളർത്തുന്നത്? മറുപടി തരണേ. നമ്മുടെ മക്കളെ നമ്മൾ എന്തിനാണ് വളർത്തുന്നത്?
നെട്ടോട്ട് ഓടുമ്പോൾ കുറെ സ്ത്രീകൾ, കുറെ പുരുഷന്മാർ, ഒരസ്വസ്ഥതയും അവർക്കില്ല. സ്വസ്ഥമായിട്ട് അല്ലാഹു തആല അവരെ ആദരിച്ചിരുത്തിയിരിക്കുകയാണ്. അവരുടെ ശിരസുകളിൽ ഓരോ കിരീടങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നു. ആ കിരീടത്തിൽ നിന്ന് വരുന്ന പ്രകാശം പകല് സൂര്യനെ ഉദിച്ചാൽ എല്ലാ ഇടയിലൂടെ പ്രകാശം കയറുന്നത് പോലെ അവരുടെ കിരീടത്തിൽ നിന്ന് ആ പ്രകാശങ്ങൾ ഇങ്ങനെ വരികയാണ്. അപ്പൊ ജനങ്ങൾ ശ്രദ്ധിച്ചു, ഇത് എവിടെ നിന്നാണ് പ്രകാശം വന്നത്? നോക്കുമ്പോൾ കുറെ മനുഷ്യന്മാർ ഓടത്തിന്റെ ഇടയില് ഇങ്ങനെ അസ്വസ്ഥതയായി നെട്ടോട്ടം ഓടുന്നവരിങ്ങനെ ചിന്തിക്കുന്നു, അല്ലാഹ് ഇതാരാണ് റബ്ബേ ഈ സ്ത്രീകൾ? ആരാണ് അല്ലാഹുവേ പുരുഷന്മാർ? അള്ളാന്റെ ഭാഗത്ത് നിന്ന് മാലാഖമാർ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു, ഈ ഇരിക്കുന്ന സ്ത്രീ പുരുഷന്മാർ മൻ ഖറഅൽ ഖുർആന വഅമില ബിമാ ഫീ, ഇവർക്ക് അല്ലാഹു തആല മക്കളെ നൽകി. ആ മക്കൾക്ക് അവർ ദീൻ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ പഠിപ്പിച്ചതിന്റെ പേരിൽ ഖുർആൻ അവർ പഠിച്ചു, പഠിച്ചതനുസരിച്ച് ലോകത്ത് ജീവിച്ചു. അതിന്റെ പേരിൽ അല്ലാഹു തആല ആദരവ് കൊടുത്ത മാതാപിതാക്കളാണ്. ഒരു മറുപടി, മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്തു, അതനുസരിച്ച് മക്കൾ ജീവിച്ചു. അതിന്റെ പേരിൽ അല്ലാഹു തആല ഇവരെ ആദരിച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, ഈ ആദരിക്കപ്പെട്ടവർ താഴത്തേക്കും കൂടെ ഇറങ്ങിയാൽ നന്മ തിന്മകൾ ഏതാണോ തൂക്കം കൂടുതൽ എന്ന് ബോധ്യപ്പെടുത്തുന്ന തൂക്കം മീസാൻ വൽ വസ്നു യൗമൈദിനിൽ ഹഖ്, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതൊക്കെ പരമാർത്ഥമാ പൊന്നു ഹബീബേ. വിശ്വസിക്കണോ നിർബന്ധമൊന്നുമില്ല. വിശ്വാസം വന്നില്ലെങ്കിൽ ഞാനൊരു ഒറ്റമൂലി മുമ്പൊക്കെ പറഞ്ഞു തരാറുണ്ട്. എവിടെ നിന്നാ വന്നത്, എവിടെയാ നിൽക്കുന്നത്, എങ്ങോട്ടാ പോകുന്നത്, മറുപടി ഉണ്ടാ മതി. അപ്പൊ പ്രശ്നം തീർന്നു. എവിടെ നിന്ന് വന്നു, എവിടെ നിൽക്കുന്നു, എങ്ങോട്ട് പോകുന്നു, പ്രശ്നം തീർന്നു. ഒരു യുക്തിവാദത്തിനും അപ്പൊ സ്ഥാനം ഉണ്ടാവില്ല, ഒരു നിരീശ്വരവാദത്തിനും സീറ്റ് ഉണ്ടാവില്ല. അപ്പൊ ഈ പറയപ്പെട്ട വിഭാഗത്തിന് നീ ദുനിയാവിൽ ജീവിച്ചപ്പോൾ നന്മയാണോ തിന്മയാണോ കൂടുതലെന്ന് നിന്നെ ബോധ്യപ്പെടുത്തുന്ന വസന് മീസാൻ, അതിലേക്ക് അങ്ങോട്ട് എത്തിക്കുമ്പോ ഈ ആളങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും തന്നെ ഇതാ ഇന്നാലിന്റെ പിതാവിന്റെ മകൻ അല്ലെങ്കിൽ പിതാവിന്റെ മകൾ, ഒരു കാലത്തും പരാജയപ്പെടാത്ത വിജയിച്ച മനുഷ്യനാണ് ഈ വരുന്നത്. വല്ലാത്തൊരു അത്ഭുതമായി ഈ മനുഷ്യന്. അല്ലാഹുവേ, ജനങ്ങളെല്ലാം അന്തം വിട്ടു നിൽക്കുമ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് ഇതാ ഒരു പാസ് തരികയാണ്. നീ ഇതാ രക്ഷപ്പെട്ട സഹോദരനാണ്, രക്ഷപ്പെട്ട സഹോദരിയാണ്. കിതാബിന്റെ ഭാഗത്തേക്ക് എല്ലും. ഇതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട അപകട സ്ഥലങ്ങള്, 3 എണ്ണമാണ്. കിതാബിന്റെ അടുത്തേക്ക് അല്ലാഹ് എന്റെ ശിരസിന്റെ മുകളിലൂടെ അല്ലാഹുവേ എന്റെ തിന്മ നന്മകൾ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥം മറുഭാഗത്തേക്ക് മറിഞ്ഞു പോകുമോ തമ്പുരാനെ, ഇങ്ങനെ ഭയപ്പെട്ടയക്കുന്നത്. ചെന്ന് നിൽക്കുമ്പോ തന്നെ മുൻഭാഗത്ത് വലത് കൈയിലൂടെ ഗ്രന്ഥം. അല്ലാഹുവേ, എനിക്കെന്താ പഠിച്ചവനെ ഇത്രയും വലിയ പരിഗണന? അങ്ങനെ ഇതാ ഭയപ്പെട്ട് സിറാത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അല്ലാഹുമ്മ സല്ലിം സല്ലിം, ഇങ്ങ് പോരെ യാ റബ്ബി സല്ലിം സല്ലിം, ഇങ്ങോട്ട് അടുത്തേക്ക് പോരെ. അപ്പൊ ഈ മനുഷ്യൻ അല്ലാഹ് യാ റബ്ബി അന്നാലി ഹാദാ, പഠിച്ചവരെ ഇത്രയും വലിയ പരിഗണന എനിക്ക് കിട്ടാൻ ഞാൻ ദുനിയാവിൽ അത്രമാത്രം ഒന്നും ചെയ്തില്ലല്ലോ അല്ലാഹ്. അങ്ങനെയാണ്. ഞാൻ വളരെ ഗൗരവത്തോടെ പറയുന്നു, ഇന്നൊരു രോഗിയെ ചികിത്സിക്കാൻ ഹോസ്പിറ്റലുകാരിൽ തന്നെ ഒരു 40% ഇന്ത്യ രാജ്യത്തുള്ള ഹോസ്പിറ്റലുകളിൽ രോഗിയുടെ മതം നോക്കിയിട്ടാണ് ചികിത്സിക്കുന്നത്, വർഗവും ഭാഷയും നോക്കിയിട്ടാണ് ചികിത്സിക്കുന്നത്. നമ്മൾ കണ്ടതല്ലേ, ശയറം വിളിച്ചോണ്ട് ആംബുലൻസ് കയറി വരികയാണ്. ഗേറ്റിംഗ് നിൽക്കുന്ന പാറാവുകാരൻ കൈ കാണിക്കുന്നു. ആരാണ്? ഓക്സിജൻ കൊടുത്തിട്ടിരിക്കുന്ന രോഗിയാണ്. എന്താ പേര്? അബ്ദുറഹ്മാൻ. ഗെറ്റ് ഔട്ട്. ഈ ഇന്ത്യ രാജ്യത്ത് നമ്മൾ കണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ ചികിത്സ തേടുന്ന ഹോസ്പിറ്റലുകളെ വരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ അപകടത്തിലേക്ക് പോകും. 60% ഉള്ളൂ രോഗിയാണിത്. മതമല്ല, ജാതിയല്ല, വർണ്ണമല്ല, ഭാഷയല്ല, ഇത് രോഗിയാണ്. ആ നിലയ്ക്ക് ചിന്തിക്കുന്ന 60% ഹോസ്പിറ്റലുകളെ ഉള്ളൂ. 40% മാറിപ്പോയി. നമ്മുടെ മകളെ, നമ്മുടെ മരുമകളെ, നമ്മുടെ ഭാര്യയെ പ്രസവത്തിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോ നമ്മളാ പൈസ കൊടുക്കണത്. ഡോക്ടറോട് നിങ്ങൾ പറയണം, ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് പറയണം, പ്രസവിച്ചാൽ ഉടനെ ഇതിന്റെ വലത്ത് ചെവിയിലും ഇടത്ത് ചെവിയിലും ഞങ്ങൾക്കൊരു മന്ത്രം പറഞ്ഞു കൊടുക്കാനുണ്ട്, അതിന് നിങ്ങൾ അവസരം ഇവിടെ ഉണ്ടാക്കി തരുമോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞങ്ങൾ ചികിത്സയ്ക്ക് തുടരാൻ തയ്യാറാണ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ചീട്ടും കൂടെ വന്നേരെ. ഇത് പറയാൻ നമ്മൾ തയ്യാറാകണം. എനിക്ക് 6 പേരെ കുഞ്ഞാണ്, 6 പേരെ കുഞ്ഞുണ്ടായി. 6നെയും അൽഹംദുലില്ലാഹ് ഭാഗ്യക്കാമത്തും കൊടുത്തു. എന്ന് പറഞ്ഞാൽ ലേബർ റൂമിൽ നിന്ന് ആള് പുറത്തേക്ക് വരികയാണ്, നമ്മൾ കാത്തിരിക്കുകയാണ്. ഉസ്താദെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്.
കയറി ചെല്ലും, കുഞ്ഞിനെ അവിടെ സൈഡിൽ കിടത്തിയിട്ടുണ്ടാവും, നമ്മൾ ബാങ്ക് കൊടുക്കും, ഇക്കാമത്ത് കൊടുക്കും. എന്ന് പറഞ്ഞാൽ നേരത്തെ പറയും വേറെ സംസാരങ്ങളൊന്നും കേൾക്കാൻ ഇടവരരുത്. ഈ ആലുവ നജാത്ത് ഹോസ്പിറ്റലില്ല എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പ്രസവിച്ചത്. എല്ലാ അവസര സൗകര്യം ഉണ്ട്. ഞാൻ അബ്ബാസ് ഡോക്ടറോട് കൈക്കൂലി മേടിച്ചിട്ടല്ലാട്ടെ പറയണത്, ഞാൻ എൻ്റെ അനുഭവം പറയാം. അവിടെ മുസ്ലിമിന്റെ സ്ഥാപനമാണോ, അവിടെ ഭയങ്കര കത്തിയാട്ടോ. അവിടെയോ, അവിടെ കുത്തിയാണ്, ഇവിടെ കത്തി, അവിടെ കുത്തി. നമ്മൾ തന്നെ പ്രചരണം കൊടുക്കണേ. സമുദായത്തിലുള്ള ഇതിനകത്ത് തന്നെയാണ് ഇതിനകത്ത് ശത്രു. ഞാൻ പോട്ടെ, എന്താ പറഞ്ഞു വന്നത്, നിങ്ങൾ ഏത് ആശുപത്രിയും തിരഞ്ഞെടുത്തോ, നിങ്ങൾക്കൊരു ഭാവി തരാനുള്ള മോനാണോ, നിങ്ങൾക്ക് ഇരുലോകത്തും, ഈ ലോകം മാത്രമല്ല ഇരുലോകത്തും രക്ഷപ്പെടാനുള്ള ഒരു കുഞ്ഞാണോ എന്നാ വലത്തേതിൽ ചെവി ബാങ്ക്, ഇടത്തേൽ ഇക്കാമത്ത്. ഉടനെ പിന്നെ എന്ത് ചെയ്യണം, തങ്ങൾ പഠിപ്പിക്കാണ് മധുരം തുപ്പിക്കൊടുക്കണം. ഇപ്പൊ തുപ്പല് വലിയ വിഷയമായിട്ടുണ്ട്. എന്തോരം ഇവിടെ കിടന്ന് കളിച്ചു, ഏതായാലൊക്കെ കയറി പിടിക്കണമെന്നറിയോ. അപ്പൊ ഇത് കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു, കുഞ്ഞുങ്ങൾക്ക് ചേലാകർമ്മം ചെയ്യുന്നത് കുട്ടികളോട് ചെയ്യുന്ന പീഡനമാണ്. അപ്പൊ ഇനി ഒരു പണിയാ, പൊക്കിൾ കൂടി കണ്ടിക്കണ്ട, അതും പീഡനല്ലേ. ഒരു സഞ്ചിക്കകത്തിട്ട് ഈ കൊച്ചിന്റെ തോളയിലിട്ട് കൊടുത്താൽ മതി ഈ മറുവുള്ള. കാരണം ഇത് കണ്ടിക്കുമ്പോ അവിടെയും ഇത് തന്നെയാ പറ്റണേ. എടാ 16-ാമത്തെ വയസ്സിൽ ഓടിച്ചിട്ട് പിടിച്ച് കളരിക്കാരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കണ്ടിക്കലല്ല ഇത്. അഖിലൊക്കെ നീ ചിലപ്പോ വിവരം ചെയ്തിട്ടുണ്ടാവും. 16-ാമത്തെ വയസ്സിൽ മാർക്കം കഴിക്കാൻ ചെറുക്കനെ പിടിച്ചാൽ കിട്ടുമോ? അപ്പൊ പിന്നെ എന്ത് ചെയ്യും, അതിന് പിടിക്കാൻ പറ്റിയ കളറി അറിയാവുന്ന കാക്കാനെ നേരത്തെ തന്നെ ഏർപ്പെടുത്തും. ഇവനാണെങ്കിൽ ഇവ കരുതിയായിരിക്കണത് കാക്ക പിടിക്കാൻ പറ്റുന്നതിന് മുമ്പ് പണി പറ്റിക്കാൻ പോകണം. ഇവിടെ ആണെങ്കിൽ സർഫലാനാമ ചൊല്ലിക്കൊണ്ടിരിക്കണേ, അപ്പോഴാണ് വീട്ടുകാരൊക്കെ പറയണേ കളരിക്കാരനോട് പിടിച്ചോടാ. ഇവനൊരു ഒറ്റ ചാട്ടം കൊടുക്കും. കളരി പഠിച്ചു എന്നതി തെങ്ങിന്റെ മാമിന്റെ മുള്ളിന്റെ ഇടയിൽ കൂടെ കാക്കാക്ക് ഓടാൻ പറ്റുമോ? കളരിയല്ലേ പഠിച്ചിട്ടുള്ളൂ. ഇവനെ ഏതെങ്കിലും കുഴി കൂടെ ചാടി ഇവന് രക്ഷപ്പെടും. കാക്ക ഓടി തിരിച്ചുകൂടെ വരുമ്പോഴത്തേക്കും ഇവിടെ മൗലൂദ് തീർന്നു. അവ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ പിന്നെ അവിടെ ഉള്ളയിൽ നേതാവ് പറയും, ഒരു പണി ചെയ്യും, അവൻ പാപ്പാടെ വിട്ട് അങ്ങോട്ട് പോട്ടെ, തൽക്കാലം ചോറ് വിളമ്പ്. ഇതാണ് ഇപ്പൊ പരിപാടി. ഇതല്ല, ഇത് പീഡന, ഇത് നമ്മളെതിരാ. പക്ഷെ ചെയ്യേണ്ട 7-ന്റെ അന്നായി പണി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ പൊക്കിൽ കൂടി ഉണങ്ങിയിട്ടില്ല, അതിനോടൊപ്പം ഉണങ്ങേണ്ടതാണ് ചേലാകർമ്മം ചെയ്യേണ്ട തൊലി. പെമ്പിള്ളേര് സമ്മതിക്കൂല, ഉണ്ടായിട്ടല്ലേ ഉള്ളൂ, ഏതാണ്ട് ആ കണ്ടിച്ചാണ്. ഇനി ആ തൊലി മാത്രം മുറിക്കണുള്ളേ, കൊച്ചനങ്ങൂല, അതങ്ങനെ കിടക്കുകയാണ്. നിന്റെ പാലിന് ഇത് ഉണക്കാനുള്ള കഴിവുണ്ട്, അതാ തങ്ങൾ പറഞ്ഞത്. 7-ന്റെ അല്ല, അങ്ങോട്ട് എത്തിയില്ല. അതിനു മുമ്പ് മധുരം നബി തങ്ങളുടെ മടിയിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. കാരക്ക കൊടുക്കും. കാരക്ക തങ്ങൾ വായിലിട്ട് ചവച്ച് ദ്രാവക രൂപത്തിലാക്കി കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കും. ഐഷ റളിയല്ലാഹു അൻഹ പറയാ, ഒരിക്കൽ ഇതുപോലെ ഒരു മോനെ കൊണ്ടുവന്ന് മടിയിൽ വെച്ചപ്പോ ആ കുഞ്ഞു മൂത്രം ഒഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മധുരം തൊട്ട് കൊടുത്തതിന്റെ ശേഷം അല്പം വെള്ളം കൊണ്ടുവന്ന് ഈ മൂത്രമൊഴിച്ച തങ്ങളുടെ മടിഭാഗത്തേക്ക് തളിച്ചു കൊടുത്തു. അത് കഴുകിയില്ല എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹ 2 വയസ്സെത്തുന്നത് വരെ മുലപ്പാല് മാത്രം കുടിച്ചതായ ആൺകുഞ്ഞിന്റെ മൂത്രം എവിടെ വീണാലും കഴുകേണ്ടതില്ല, വെള്ളം കുടഞ്ഞാൽ മാത്രം മതി എന്ന് പരിശുദ്ധ ഇസ്ലാം. അതേ സ്ഥാനത്ത് ഇന്ന് ജനിച്ച പെൺകുഞ്ഞ് ഇപ്പോൾ മൂത്രം ഒഴിച്ചാലും അത് നജിസാണ്, കഴുകിക്കളയണമെന്ന് പരിശുദ്ധ ഇസ്ലാം. എന്താണോ ഇതെന്ന് അന്വേഷിക്കടാ. ശാസ്ത്രജ്ഞന്മാരുടെ പണിയത്, ഞങ്ങളുടെ പണി അതല്ല. ഞങ്ങളുടെ പണി നബിത്തങ്ങൾ എന്തു പറഞ്ഞു, മനസ്സാ വാചാ കർമ്മണ നടപ്പിലാക്കുന്ന പണിയാണ് ഞങ്ങളുടെ പണി. 2 വയസ്സിന്റെ ഉള്ളിൽ ഒരു ആൺകുട്ടിയുടെ മൂത്രം അഴുക്കല്ലാത്ത എന്തുകൊണ്ട് എന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് പറ. ഇത് അക്ഷരം പഠിക്കാത്ത ഞങ്ങളുടെ നേതാവ് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞതാണ്. ഗോളശാസ്ത്രത്തിന്റെ പേരിൽ കോടികൾ വാങ്ങുന്ന ശാസ്ത്രജ്ഞന്മാരെ, പടിഞ്ഞാറ് സൂര്യൻ ഉദിച്ചു പൊങ്ങുമെടാ, അത് തലയ്ക്ക് മുകളിൽ വരും, എന്നിട്ട് പടിഞ്ഞാട്ട് പോയി അസ്തമിക്കുമെന്ന് അക്ഷരം പഠിക്കാത്ത ലോകഗുരു നബിയുനാ റസൂലുള്ളാഹി. ഞങ്ങൾ വിശ്വസിച്ചൂടാ പടപ്പുകളെ, നിങ്ങൾ അന്വേഷിക്ക്. ഞങ്ങളുടെ പണി ഇതിന്റെ പുറകെ നടക്കലല്ല. ഞങ്ങളുടെ പണി എന്താ? റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില, പടച്ചവനെ ഇതിനെ ഒന്നും നീ വെറുതെ ഉണ്ടാക്കിയതല്ല തമ്പുരാനെ, സുബ്ഹാനക വഖിനാ അദാബന്നാർ. ഞങ്ങളുടെ പണി അതാണ്. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. അല്ലാഹ്, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളുടെ പണി ഇതാണ്. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ നാഥ. ഇതാണ് ഞങ്ങളുടെ പണി. നിങ്ങളുടെ പണിയാണ് മറ്റേ പണി. കണ്ടെത്ത്, അത്ഭുതമല്ലേ? ആൺകുട്ടിയുടെ പെൺകുട്ടിയുടെ മൂത്രം രണ്ടും ഒരേ ടൈമിൽ, ഒന്ന് നജസല്ല, മറ്റൊന്ന് നജിസ്. അപ്പൊ തങ്ങളെങ്ങനെ മധുരം ഈ കാരയ്ക്ക് എങ്ങനെ ചവച്ചിട്ട് തുപ്പി കൊടുക്കും. അപ്പോ
ഈ കുട്ടീനെ കൂടി കെട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഭാഗ്യക്കാത്തും കൊടുക്കുക, അത് കഴിഞ്ഞ് മധുരം തുപ്പി കൊടുക്കുക. അതിന് കാരിക്കൊക്കെ നേരത്തെ കൊണ്ടുപോയിക്കൊള്ളണം. എന്നിട്ട് കുഞ്ഞിനെ കൂടി കിട്ടുമ്പോൾ തന്നെ മോനെ വിളിക്കണം, അല്ലെങ്കിൽ മരുമോനെ വിളിക്കണം. മോനെ ഭാഗ്യക്കാത്തും കൊടുത്തു, ഈ മധുരം തുപ്പി കൊടുക്കണമല്ലോ, വാപ്പാട്ടെ കൊണ്ട് വരാൻ പറ. വാപ്പാനെ കൊണ്ട്, വാപ്പായ വാപ്പ ഇവിടുന്ന് വീഡിയോ വിളിക്കണം. എൻ്റെ പൊന്നു മോനെ എന്നാ വാപ്പാനെ വിളിക്കണ്ട, എന്നാ അമ്മാശനെ വിളിക്കണ. അമ്മാശനെ വിളിക്കുക, അമ്മാശനാ അയക്കടെ വായിൽ നിറച്ച് പാമ്പിരാഗമാണ്, എന്നാ അമ്മാച്ചനെ വിളിക്കണ്ട. അപ്പൊ പിന്നെ എന്താ, അതാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യണ പണി. തൊട്ടു കൊടുക്കുക, തേൻ. ഇപ്പൊ ചവച്ച് കൊടുക്കാൻ പറ്റിയ സാധനങ്ങൾ ബുദ്ധിമുട്ടാ. കാരണം ഇതിൻ്റെയൊക്കെ വായിലൊക്കെ ലഹരിയാ. ഇതെല്ലാം ലഹരി. അങ്ങാതി ബീഡി ലഹരിയ, സിഗരറ്റ് ലഹരിയ, പാൻപരാഗിൽ ലഹരിയ. ഞാൻ ഇന്നലെ അവിടെ അപ്പുറത്ത് പറഞ്ഞുള്ളൂ, ഇനിയിപ്പോൾ ഇപ്പുറം പറയണില്ല, തൊട്ടപ്പുറത്തേ പറഞ്ഞിട്ടുള്ളൂ. അതിൽക്കാർ പിടിച്ചിട്ടുണ്ട്, എല്ലാവരുടെ സ്ഥലത്തും കൊണ്ടുവന്ന് വരും കേട്ടോ. അല്ലാഹു അക്ബർ. വ്യാപകമാകുകയാണ്, വ്യാപകം. തുർക്കിയും കൂടി വരുമെന്നായി പറഞ്ഞേ. ഒന്നാമത്തെ അടയാളം അതാന്നാ ഈ സാധനം വ്യാപകമാകല. അത് നമ്മൾ കണ്ടില്ലേ, മഗ്‌രിബിന് മുല്ലാക്ക റമദാൻ മാസത്തിൽ മഗ്‌രിബിന് വാങ്ങി വിളിക്കാൻ വേണ്ടി മൈക്കിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും കാക്ക ഇവിടെ ഇങ്ങനെ ഒരുങ്ങിയിരിക്കണം. അവിടെ കാരക്ക ഇരിപ്പുണ്ട്, മുന്തിരി ഇരിപ്പുണ്ട്, ഈന്തപ്പഴം ഇരിപ്പുണ്ട്, തരിക്കഞ്ഞി ഇരിപ്പുണ്ട്, ആപ്പിളുണ്ട്, തണ്ണിമത്തനുണ്ട്, സർവ്വ സാധനമുണ്ട്. പക്ഷെ കാക്ക അതിലേക്കൊന്നും അല്ല നോക്കണേ. ഈ മുല്ലാക്ക ബാങ്ക് വിളിച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു കാരക്കയുടെ ഒരു കീറെടുത്ത് കടിച്ച് തിന്നു വന്നിട്ട് അപ്പം തന്നെ കുലുക്കുഞ്ഞിട്ട് പോയി ബാങ്ക് ഇക്കാമത്ത് കൊടുക്കും. അവിടെ സമയമില്ല. അപ്പൊ അതിനു മുമ്പ് കാക്കാക്ക് ഇവിടെ പണി പറ്റിക്കണുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, മുല്ലാക്ക ബാങ്ക് വിളിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ മഗ്‌രിബിന് റമദാൻ മാസത്തിൽ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. എന്താ കാരക്ക സമാധാനമുണ്ട്, മുന്തിരി സമാധാനമുണ്ട്, ഇടയത്താഴം കുടിച്ചപ്പോ ഒന്ന് വലിച്ചതാ. ഇതാണ് ഈ സാധനം. പിടിച്ചുപോയ രക്ഷയില്ലാട്ടോ പൊന്നുമക്കളെ. തലകീഴായി മറിയുന്ന തുർക്കിയുടെ വരുന്ന അടിയിലേക്ക് നമ്മളും പോവും. പോകാതിരിക്കാൻ ഞാൻ ഇന്നലെ അവിടെ വിശദീകരിച്ചത്, പോകാതിരിക്കാൻ ഈ പണി ഒഴിവാക്കണം. എല്ലാം ലഹരിയാ. ബീഡി ലാഘവത്തോടെ കാണാൻ, നിസ്സാരത്തോടെ. അതിനകത്തും വലിയ ലഹരിയൊന്നും ഇല്ല മുസ്ലിയാർ. അത് നിങ്ങൾ സ്ഥിരം ചെയ്യണോണ്ടല്ലേ, സ്ഥിരം ചെയ്യണോണ്ടല്ലേ. അല്ല ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ഇപ്പം അത് ഉപയോഗിക്കണേ? എൻ്റെ മുസ്ലിയാരെ ബസന്നിട്ട് യാതൊരു നിവൃത്തിയില്ല. ഇല്ല അല്ലേ, ഒരു വീഡിയോ കാട്ടി. ആരാ ഇവിടെ ബസന്നിട്ട് വീഡിയോ വലിക്കണവര്? ഒന്നോ ദാഹിച്ചിട്ട് തൊണ്ട വരണ്ട് കുടൽ ഉണങ്ങിപ്പോയില്ലോടെ അങ്ങാതി, ഒരു സീറ്റും കാട്ടിക്ക്. ദാഹിച്ചിട്ട് സീറ്റ് വലിക്കണവരാരാ? പിന്നെ എന്തിന്? അതാ ഞാൻ പറഞ്ഞ, ഇതാണ് ലഹരി. ഇതൊക്കെ വ്യാപകമായിക്കൊണ്ടിരിക്കുക. അള്ളാഹ് നമ്മളെയൊക്കെ നന്നാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്നറിയോ, തൊട്ടു കൊടുക്കാനൊന്നും രക്ഷയില്ല. ബീഡി, സിഗരറ്റ്, പാമ്പിരാഗ് പോല ഒക്കെ ഇതിന്റെ ബായിക്കോടെയൊക്കെ നടന്നിരിക്കുകയാണ്. അപ്പൊ അതിന് തേൻ തൊട്ടു കൊടുത്താൽ മതി. എന്നിട്ട് ഇനി എന്ത് ചെയ്യണം? ഏഴാമത്തെ ദിവസം കുട്ടിക്ക് അഖീഖ ഇറക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 7ന്റെ അഖീഖ ഇറക്കൽ മാത്രമല്ല, അഖീഖ കുട്ടിയുടെ നല്ല ഭാവിയുമായി ബന്ധപ്പെട്ട അമലാണെന്നാണ് നബിയുനാ റസൂലുള്ളാഹി. അഖീഖ ഇറക്കൽ മാത്രമല്ല, 7ന്റെ അന്ന് ശ്രദ്ധിച്ചോളണം. 7ന്റെ അന്ന് മക്കള് നന്നാവണില്ല, മക്കളെ കൊണ്ട് ഫലം കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആരൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തിട്ടില്ല പിന്നെ എന്റെ കുട്ടി ഒരു നിലയ്ക്കും നന്നായി വരാനുള്ള ഒരു സാധ്യതയും എനിക്കില്ലല്ലോ. അപ്പൊ നമ്മൾ പരാജയപ്പെട്ടു. അതിന് എന്താ ഒരു പരിഹാരം? അതും പറഞ്ഞുതരാം. ഇതൊന്നും ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല, ഒരു പരിഹാരം വേണമല്ലോ. ഒരു പരിഹാരം ഉണ്ട്, ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. 7ന്റെ അന്ന് മുടി വടിച്ചെടുക്കണം, തൂക്കത്തിന് സ്വർണം കൊടുക്കണം, സമ്പത്തുണ്ടെങ്കിൽ. സമ്പത്തില്ലാത്തവനാണെങ്കിൽ വെള്ളി സദഖ ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഈ മുടി ഒരു മുടി പോലും കളയരുത്, മൊത്തം വടിച്ചെടുത്തിട്ട് 7ന്റെ അന്ന് വടിച്ചെടുത്ത് സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയി ഒരു തട്ടിൽ മുടി ഇടുക, മറ്റേ തട്ടിൽ കാശുണ്ടെങ്കിൽ സ്വർണം, ഇല്ലെങ്കിൽ വെള്ളി സദഖ ചെയ്യുക. എന്നിട്ട് കുളിപ്പിച്ച് നല്ല പേരിടുക. ഒരാൺകുട്ടിക്ക് അഖീഖ ഇറക്കണമെങ്കിൽ 2 ആട്, പെൺകുട്ടിക്കാണെങ്കിൽ 1 ആട്. ഒരു 2 ആടിനെ ഇപ്പൊ അഖീഖയുടെ ഷർത്ത് അനുസരിച്ച് വാങ്ങണമെങ്കിൽ 25,000 രൂപ ആയിരിക്കും. കൊടുക്കാൻ മനസ്സില്ലാത്തോണ്ട് അള്ളാഹ് എന്ത് ചെയ്തു? മാമിൻ അബദിൻ വലാമത്തിൻ യളിന്നു ബിനഫഖത്തിൻ യുൻഫിഖഹാ ഫീ റിളല്ലാഹ് ഇല്ലാ മാ അൻഫഖാ ദുആഫാ ഫീ മാസുഖത്തില്ലാ. നല്ല കാര്യത്തിലേക്ക് കൊടുക്കുന്ന കാര്യത്തിൽ നീ പിന്നോട്ട് പോയപ്പോൾ അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്ത കാര്യത്തിൽ നിന്നെ കൊണ്ട് ഇരട്ടി അല്ലാഹു തആല പിഴയടിപ്പിക്കുന്നു. അഖീഖ ഇറക്കാൻ നെയ്യത്താക്കാത്ത ഒരു മനുഷ്യന്റെ ഭാര്യ കുളി മാറിയത് മുതൽ സ്കാനായി, എക്സ്റേ ആയി, ചികിത്സയായി, ടോണിക്കായി, പരിശോധനയായി,
6 മാസമായപ്പോ ബെഡ് റെസ്റ്റ് ആയി. അവസാനം ഈ സാധനത്തിന്റെ പുറത്തേക്ക് എടുത്തപ്പോഴത്തേക്കും 15 അക്കീക്കയുടെ കാശ് പോയി. ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലാർക്കാ? മറ്റ് സഹോദര സമുദായത്തിൽപ്പെട്ടവർക്കാണ്. ഏറ്റവും കൂടുതൽ ചികിത്സ കിടന്നാരാ? ഈ സമുദായം. ഇത് തന്നെ നല്ല സ്ഥലത്ത് കൊടുക്കാൻ തയ്യാറില്ലാതെ ഇപ്പൊ ചീത്ത സ്ഥലത്തേക്ക് ഇരട്ടിയാക്കും. പോട്ടെ, ഇവിടെ ശ്രദ്ധിച്ച് 16 വയസ്സ് വരെ എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ള വർത്തമാനമാണ് അഷ്റഫുൽ ഖൽഖ് നബീന റസൂലുള്ളാഹി. ഞാനത് അങ്ങോട്ട് ചുരുക്കി പറയാം. അവിടെ ശ്രദ്ധിച്ച് 7ാമത്തെ ദിവസമായി. ഫലമ്മാ ബലഗ 6ാമത്തെ വയസ്സെത്തിയാൽ അദ്ദബ നബീന റസൂലുള്ളാഹി. മദ്രസയെ കൊണ്ട് നാക്കണം. നടക്കുവോ ഞാൻ ചോദിക്കുക. ഇവിടെ ശ്രദ്ധിക്കട്ടോ, പൈസ ഇട്ട് കൊടുക്കണേന്റെയും കവർ ഇട്ട് കൊടുക്കണേന്റെയും ഇടയിൽ കൂടെ ഈ കാര്യം ശ്രദ്ധിച്ചോളൂ. ഞാൻ ഇപ്പൊ പരിപാടി നിർത്തും ഇൻഷാ അല്ലാഹ്. 6ാമത്തെ വയസ്സിൽ അദബ് പഠിപ്പിക്കണം, മദ്രസയെ കൊണ്ട് നാക്കണം. അപ്പൊ 6 വയസ്സ് വരെ കുഞ്ഞു പഠിക്കേണ്ടത് എവിടെയാണ്? ഉപ്പാടെയും ഉമ്മാടെയും മടിത്തട്ടാണ് അവരുടെ മദ്രസ. 6ാമത്തെ വയസ്സിലാണ് കൊണ്ടുവന്നാക്കേണ്ടത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇപ്പൊ ജോലിയൊന്നുമില്ല. ഈ മലയപ്പള്ളിയിലെ കമ്മിറ്റിക്കാർ ജിബ്രീൽ അലൈഹി സ്വലാമിനെ ഇവിടെ കൊണ്ടുവന്ന് വാഴ്ന്നു പറയിപ്പിക്കുകയാണ്. 6 വയസ്സെത്തുമ്പോഴാണ് കുഞ്ഞുങ്ങളെ മദ്രസയെ ചേർക്കേണ്ടതെന്ന് തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളത് അനുസരിക്കണമെന്ന് ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഒറ്റ മാതാപിതാക്കൾ അംഗീകരിക്കും. മലക്ക് മടി നോക്കും. മലക്കെ 6ാമത്തെ വയസ്സിൽ പിള്ളേനെ പള്ളിക്കൂടത്തിലേക്ക് കൊണ്ടുപോയി ചേർക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും ആ പ്രായമുള്ള പിള്ള 3ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടാവും. കുടുങ്ങിയ അപ്പം നടക്കൂല. അപ്പൊ എന്ത് ചെയ്യണം? അതിനാ ഞാൻ പറഞ്ഞു തന്നെ, ഇതൊന്നും പ്രായോഗികമല്ല. ഈ പറഞ്ഞ കാര്യം 6ാമത്തെ വയസ്സിൽ അർദ്ധ പഠിപ്പിക്കാന്നുള്ള പ്രായോഗികമല്ല. ഇപ്പൊ 2ഉം 3ഉം വയസ്സെത്തുമ്പോൾ കൊണ്ടുവന്ന് ആക്കുകയാണ്. ഇങ്ങനെ ആക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. അതെന്താണ്? ഒരു നല്ല മനുഷ്യന്റെ അടുത്ത് കൊണ്ടുപോയി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാ കുഞ്ഞിനെ കൊണ്ട് പറയിപ്പിക്കുകയും എഴുതിപ്പിക്കുകയും ചെയ്യാം. നല്ലൊരു മനുഷ്യനെ കൊണ്ടിട്ട് അത് ചെയ്യിപ്പിക്കുക. അതൊക്കെ തങ്ങളുടെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. നല്ല മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ബഹുമാനികളെ, ഒരു ബിസ്മി എഴുതിപ്പിക്കുക, മുസ്മി പറയിപ്പിക്കുക. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി നബിയിന ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അനുയായികൾ കൂടെയുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് നിന്നിട്ട് പറഞ്ഞു, ഇതൊരു ഖബറാണല്ലോ സഹാബത്തെ, ഈ ഖബറാളി വലിയ ശിക്ഷയിലാണ്. ബഹുമാനപ്പെട്ട സംഘം ഇതിങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് മുന്നോട്ട് പോയി. ദിവസങ്ങൾ കഴിഞ്ഞ് മടങ്ങിയ വഴി വരുമ്പോൾ ഖബറിൽ അത്ഭുതം. മഹാനായ നബി നിന്നിട്ട് പറഞ്ഞു, സഹാബത്തെ, നമ്മ അങ്ങോട്ട് പോകുമ്പോൾ ഈ ഖബറാളി ശിക്ഷയിലാണ്, ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഖബറാളി അനുഗ്രഹം കൊണ്ട് പൊതിയപ്പെട്ടിരിക്കുകയാണ്. സുജൂദിലേക്ക് അങ്ങ് വീണു റൂഹുല്ലാഹി നബീന ഈസാ അലൈഹിസ്സലാം. അല്ലാഹുവേ, ഇതിന്റെ കാരണം എന്റെ ജനത്തിന് പഠിപ്പിക്കാൻ എനിക്ക് നീ അറിയിക്കണേ അല്ലാഹ്. സുജൂദിൽ അങ്ങ് വീണ് ദുആ ചെയ്തപ്പോൾ മുഖറബായ മലക്ക് ജിബ്രീൽ, നബിയേ, ഈ മനുഷ്യൻ മരണപ്പെടുമ്പോൾ ഇയാളുടെ ഭാര്യ ഗർഭവതിയാണ്. പ്രസവിച്ചതായ കുഞ്ഞിനെ 6ാമത്തെ വയസ്സെത്തിയപ്പോൾ ഒരു പണ്ഡിതനായ ഉസ്താദിന്റെ അടുക്കൽ ഇരുത്തിയിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ ഈ പൊന്നുമോൻ അനാഥനാണ്, ഈ കുഞ്ഞിനെ ഇൽമ പഠിപ്പിക്കാൻ ഞാൻ അങ്ങേ ഏൽപ്പിക്കുകയാണ്. തന്റെ മുന്നിലെത്തിയ കുരുന്നിനോട് ഈ ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തു, മോനെ, ഞാൻ പറയുന്നത് പോലെ നീ പറയൂ കുഞ്ഞേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും കരുണാനിധിയുമായ റബ്ബേ, നിന്റെ നാമം പറഞ്ഞുകൊണ്ട് നിന്റെ കലാമിനെ ഞാൻ പഠിക്കാൻ തുടങ്ങുന്നു. ഈ ഗുരുനാഥൻ ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ ആ കുരുന്നതിന്റെ കിളുന്ത് നാവ് കൊണ്ട് ഏറ്റു പറഞ്ഞു, ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. ഈസാ നബിയെ, ആ കുഞ്ഞ് അല്ലാഹുവിനെ വിശേഷിപ്പിച്ചത് പരമകാരുണ്യകനും കരുണാനിധിയുമെന്നാണ്. ആ കരുണ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണ്ടേ നബിയെ. ആ കുഞ്ഞ് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം പറഞ്ഞതിന്റെ മഹത്വം കൊണ്ട് ആ കുഞ്ഞിന്റെ പിതാവിന്റെ സർവ്വഭാവങ്ങളും അല്ലാഹു തആല മാപ്പാക്കി നബിയെ എന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ പവർ അത് ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് പെട്ടു. ഇതൊക്കെ മീസാനിലേക്ക് ചെല്ലുമ്പോ ഒരു പണിയും ചെയ്യാത്ത ആളാണ്, രക്ഷപ്പെട്ടു പോവുകയാണ്. സിറാത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ രക്ഷപ്പെട്ടു പോവുകയാണ്. കിതാബിന്റെ അടുത്ത് ചെല്ലുമ്പോൾ രക്ഷപ്പെട്ടു പോവുകയാണ്. അല്ലാ, എനിക്കിത് എന്താ ഇത്രയൊക്കെ കിട്ടാൻ? ദുആയി വലതിക്ക. നിന്റെ മോന്റെ ഗുണം കൊണ്ട്, നിന്റെ മോക്കടെ ഗുണം കൊണ്ട് മക്കൾ നമുക്ക് ബലപ്പെടുന്ന മക്കളാകണം. അതിനെ തങ്ങൾ നിർദ്ദേശിച്ചിരുന്നു 6ാമത്തെ വയസ്സിൽ. അപ്പൊ ഇങ്ങനെ ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു കൊടുത്തതിന്റെ ശേഷം, എഴുതിപ്പിച്ചതിന്റെ ശേഷം എവിടെ കൊണ്ടുവന്നാക്ക്. കഴിയുന്നതും ദീനീ തർബിയത്തൊക്കെ കിട്ടുന്ന സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്, അവിടെയൊക്കെ ആക്കുക. തീർന്നില്ല. 7ാമത്തെ വയസ്സിലേക്ക് എത്തുമ്പോൾ
മോനെ വാപ്പ നിസ്കരിക്കണ നിസ്കരിച്ച്, മോളു ഉമ്മച്ചിയുടെ ഉമ്മ നിസ്കരിക്കണ നിസ്കരിച്ച്. നിസ്കാരം കൊണ്ടുള്ള ഉപദേശം 7-ാമത്തെ വയസ്സിൽ തുടങ്ങണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതൊക്കെ കേൾക്കുമ്പോ ചുമ്മാ മനസാക്ഷിയോട് ചോദിക്കണം, പടച്ചവനെ എന്റെ പിള്ളയ്ക്ക് ഞാൻ പിന്നെ 35 ലക്ഷത്തിന്റെ ബുള്ളറ്റ് മേടിച്ചു കൊടുത്തല്ലോ അല്ലാ, അള്ളാഹുവേ 1.5 കോടിയുടെ കാറ് മേടിച്ചു കൊടുത്തല്ലോ അല്ലാ, എന്റെ മോക്ക് ഞാൻ 10 കോടിയുടെ കെട്ടിടം പണിത് കൊടുത്തല്ലോ അല്ലാ, 501 പവന്റെ സ്വർണം കൊടുത്തല്ലോ അല്ലാ. ഇതെല്ലാം നിന്റെ ചോരയാ പടപ്പേ, ഇതെല്ലാം നിന്റെ അധ്വാന മോളെ. പക്ഷെ ഇതൊന്നും നിനക്ക് രക്ഷപ്പെടാൻ പറ്റിയതല്ല. ബുള്ളറ്റ് വാങ്ങി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാനില്ല, കൊട്ടാരം ഉണ്ടാക്കി കൊടുത്തു രക്ഷപ്പെടാനില്ല, കെട്ടിച്ചു കൊടുത്തു രക്ഷപ്പെടാനൊന്നുമില്ല. രക്ഷപ്പെടാനുള്ള വഴികളാണ് ഈ പറഞ്ഞു വരുന്നത്. ഇല്ലെങ്കിൽ നിന്റെ മക്കൾ നിനക്ക് നാശമാണ്. അല്ലാഹുമ്മ ആതിഹിം ദഅഫൈനി മിനൽ അദാബ്. നേരത്തെ മക്കൾ കാരണമായി ആദരിക്കപ്പെട്ട വാപ്പാനെ ഉമ്മാനെ ഞാൻ പരിചയപ്പെടുത്തി തന്നെങ്കിൽ അതേ മക്കൾ തന്നെ പറയുന്നു, അല്ലാ ഞങ്ങളെ ഈ പരാജയത്തിലേക്ക് എത്തിച്ചത് ഈ തന്തയാണ് റബ്ബേ, ഈ തള്ളയാണ് റബ്ബേ, ഞങ്ങൾക്ക് തരുന്നതിന്റെ ഇരട്ടി ശിക്ഷ ഈ തള്ളയ്ക്കും തന്തയ്ക്കും നീ നൽകണേ അല്ലാ. ശൈത്താൻ നമ്മളെ ദുനിയാവിലെ ഉപദ്രവിക്കുള്ളൂ, ആഖിറത്തിൽ ആ മൂപ്പര് നമ്മളെ ഉപദ്രവിക്കൂല. ദുനിയാവിൽ നമ്മൾ ഇടങ്ങേറാക്കും, ആഖിറത്തിൽ ആ മൂപ്പര് ഇടങ്ങേറാക്കൂല. ആഖിറത്തിലും ദുനിയാവിലും ഇടങ്ങേറാക്കുന്ന വിഭാഗമാണ് മക്കൾ, വേണ്ടതുപോലെ അല്ലെങ്കിൽ. ചൂട് താങ്ങുന്നില്ല റബ്ബേ, ചുട്ടുപൊള്ളുന്ന മഹ്ശറയിൽ ഞങ്ങളുടെ പാദങ്ങൾക്ക് ഒരു രക്ഷ കിട്ടാൻ, ഒരു സമാധാനം കിട്ടാൻ ഞങ്ങളുടെ മാതാപിതാക്കളുടെ നെഞ്ചത്തൊന്ന് ചവിട്ടി നിൽക്കട്ടെ അല്ലാ, ഞങ്ങളെ അതിന് നീ അനുവദിക്ക് റബ്ബേ. ഇതാണോ വേണ്ടത്, മറ്റതാണോ വേണ്ടത്? തീരുമാനം എടുക്കേണ്ടത് ഇവിടെയാണ്. പോട്ടെ സഹോദരന്മാരെ, പോട്ടെ. എന്താ പറഞ്ഞു വന്നത്? 7-ാമത്തെ വയസ്സിൽ നിസ്കരിക്കാൻ വേണ്ടി ഉപദേശിക്കുക. 9-ാമത്തെ വയസ്സിൽ വരച്ചു കയറുകയാണ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി. 9-ാമത്തെ വയസ്സെത്തിയാൽ അസല ഫിറാശഹു, വിരിപ്പിൽ മാറ്റിക്കിടത്തണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് 9-ാമത്തെ വയസ്സ് കഴിയുമ്പോൾ കൊച്ചിനെ വലിച്ചടിച്ച് അപ്പുറത്തെ മുറി കൊണ്ടുപോയി പൂട്ടാനല്ല ഈ പറയണു. നമ്മുടെ റൂമിൽ തന്നെ ഒരു ചെറിയ കിടക്ക, ചെറിയ വിരിപ്പ്, ചെറിയ തലങ്ങണ. മോക്കുള്ള ഈ കിടക്കയിൽ ഇനി ഒറ്റയാളെ കിടത്തണ്ട കേട്ടോ, ഇത് മോക്കുള്ള കിടക്കയാണ്, ആരെ കിടത്തരുത്. ഇത് നിനക്കുള്ള തലങ്ങണയാണ്, ഇത് മോനക്കുള്ള തലങ്ങണ. വേറെ കുട്ടികളെയും അതിൽ കിടത്തണ്ട, വിരിപ്പിൽ മാറ്റി കിടത്തണം. ചെയ്യാത്തതിന്റെ അനുഭവിക്കുകയല്ലേ. ചാവക്കാട് മുസ്ലിം ബെൽറ്റ് അല്ലേ? മാതാപിതാക്കളും മക്കളും കൂടിയിരിക്കുന്ന ഈ സദസ്സിൽ എനിക്ക് പറയാൻ കഴിയോ? ലജ്ജയില്ലേ? ഒരു കുടുംബത്തിൽ ഉണ്ടായതല്ലേ പോലീസുകാരൻ ആങ്ങളെയാകുന്ന മോനെ വിളിച്ചിട്ട് ചോദ്യം ചെയ്ത ചോദ്യത്തിന്റെ വാക്കുകൾ ഇവിടെ എനിക്ക് പറയാൻ പറ്റുമോ? എന്താണോ ഉണ്ടായത് ഇങ്ങനെയൊക്കെ? ഒരു കുടുംബത്തിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? എത്രയോ സംഭവിക്കുന്നു. തങ്ങൾ പറഞ്ഞു 9-ാമത്തെ വയസ്സ് മുതൽ ഒരു വിരിപ്പിൽ ഒരു മോന്റെ കൂടെ ഒരു മോക്കടെ കൂടെ മറ്റാരെയും കിടത്താതെ വിരിപ്പിൽ മാറ്റി കിടത്തണേ. ഫലമ്മാ ബലഗാശറ, 10-ാമത്തെ വയസ്സെത്തിയാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിച്ച് നമസ്കരിപ്പിക്കണമെന്ന് മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി. വിഷം കലക്കി കൊടുത്ത യഹൂദത്തി പെണ്ണിനെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി, പൊന്നാര നബിയെ അങ്ങക്ക് വിഷം കലക്കി തന്നവൾ ഇവളാണ് റസൂലുള്ളാഹ്, ഒഴിവാക്ക് സഹാബത്തെ. എത്ര അനുഭവമുണ്ട്, എത്ര അനുഭവമുണ്ട്. പിടിച്ചു കൊല്ലണ്ട കേസ് മുമ്പിൽ വന്നിട്ടും വെറുതെ വിടുവല്ലേ ഇത്? അതേ സ്ഥാനത്ത് പറഞ്ഞു 10 വയസ്സായ മകനോ മകളോ നമസ്കരിക്കുന്നില്ലെങ്കിൽ അടിച്ച് മാതാപിതാക്കൾ നമസ്കരിപ്പിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ ചുമ്മാ ചോദിക്കട്ടെ, ഉറക്കം പോകാൻ വേണ്ടി ഈ സദസ്സിലിരിക്കുന്ന എന്റെ സഹോദരന്മാരോട് ചോദിക്കുകയാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നപ്പോ മോനെന്തേടി? മോന്റെ അവിടെ മൊബൈൽ നോക്കിയിരിപ്പുണ്ട്. എടാ അങ്ങ് വന്നേ, ലോറി നിസ്കരിച്ച വാങ്കുളിച്ച് കിട്ടില്ലേ? നിസ്കരിച്ചില്ല, ഒരു ചുള്ളിവടി അവിടെ കാത്തു വെച്ചിട്ടുണ്ടായി, പോയി നിസ്കരിച്ചോണ്ടോന്നേ. ഇനി മേലാല് നിസ്കരിക്കാതെ ഫോണും തുടരുത്, നിസ്കരിക്കാതെ ഭക്ഷണം കഴിക്കരുത്, വേഗം ലോറി നിസ്കരിച്ചോണ്ടോ. ഇങ്ങനെ 10-ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞ് നിസ്കരിക്കാത്തതിന്റെ പേരിൽ 15, 14, 13, 12 അല്ലേ പറഞ്ഞ? 10-ാമത്തെ വയസ്സിൽ നബിത്തങ്ങൾ പറഞ്ഞതുപോലെ മോൻ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ മോള് നിസ്കരിക്കാത്തതിന്റെ പേരിൽ ഒരു ചുള്ളിവടി എടുത്തടിച്ച, കുഞ്ഞിനെ അടിച്ച വാപ്പാമാര് ഇവിടെ മജ്ലിസിലുണ്ടെങ്കിൽ, ഉറക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കണേ. ഈ മജ്ലിസിലുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കുക. അപ്പൊ ആൾക്കാരെല്ലാം കണ്ണൂർക്കുള്ളൂ, ആരെങ്കിലും കൈ പൊക്കണ്ടോന്നറിയാം. അൽഹംദുലില്ലാ 2 ആള്. ബാക്കിയുള്ളവർ എന്തുകൊണ്ടാ പൊക്കാത്തത്? എന്നെ മുസ്ലിയാരെ
ഞാൻ ചെയ്തിട്ടില്ല, പിന്നെ ചുമ്മാ നുണ പറഞ്ഞുകൊണ്ട് കൈ വെക്കണേന്നില്ല. അപ്പൊ ശരിക്കും സത്യസന്ധരാണ് ഇരിക്കുന്നവർ, അതാണ് അതിന്റെ അർത്ഥം. രണ്ട് കൈ 3 കൈ ഉണ്ടായില്ലേ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മക്കൾക്ക് കൊടുക്കാനുള്ള നമ്മൾ കൊടുത്തോ? ഇല്ല. സഹോദരിമാരെ, കെട്ടിയവൻ വരുമ്പോ എടി അവള് നിസ്കരിച്ചോ? അല്ല, അവൻ നിസ്കരിച്ചോ? ഇല്ല, അതേ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ നിസ്കരിച്ചോ? ഇല്ല, പുറത്തേക്ക് എടി ഇനി ഇവിടേക്ക് നിസ്കരിക്കാൻ ഇനി ചോറ് കൊടുക്കരുത് കേട്ടോ, പുറത്തേക്ക് ഇറങ്ങാൻ. അങ്ങനെ കെട്ടിയവനക്ക് നീ ചോറൊക്കെ കൊടുത്തു, എല്ലാം മൂപ്പര് കഴിച്ചുകൊണ്ടിട്ട് കടയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ നീ പുറകത്തെ വാതിൽക്ക ചെന്ന് നോക്കിയപ്പോ ചുമ്മാ ഇങ്ങനെ വരലേന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പറിച്ചു പറിച്ചുകൊണ്ട് ഇങ്ങനെ ആ മരത്തെ ചാരി നിൽക്കുകയാണ്. അപ്പൊ ആ ചെയ്താനെ വാ, പോയി വേഗം വന്ന് തിന്നോ. ഇങ്ങനെ പറയുന്നവരല്ലാതെ 10 വയസ്സെത്തിയപ്പോൾ കുഞ്ഞിനെ ഒരു ചുള്ളിവടി എടുത്ത് അടിച്ച് നിസ്കരിപ്പിച്ച ഒരു ഉമ്മ അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പൊക്കിക്ക, ഒരു കൈ. കാല് പൊക്കണ്ട കേട്ടാ, ഒറ്റ കയ്യൂല്ല. വെള്ളം തരുവോ? മൂത്രമൊഴിക്കും വെള്ളം കുടിച്ച. അനുഭവിച്ചേ പറ്റൂ. ആയത്തവിടെ കിടക്കുക, ഞാൻ തൊട്ടിട്ടില്ല. വല്ലദീ ഖാല ലിവാലിദൈഹി, തൊടാൻ പറ്റൂല. 1 മണിക്കൂർ വേണം അത് തുടങ്ങി. വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൽ ലക്കുമാ. നല്ല മക്കളാകാൻ തങ്ങളുടെ ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയ. ഇത് എറണാകുളം ജില്ലയല്ലേ, ഞാൻ കാസർഗോഡ് അല്ലല്ലോ ഇപ്പൊ പറഞ്ഞേ. നായരമ്പലം എന്ന് പറഞ്ഞൊരു മഹലില്ലേ ഈ എറണാകുളം ജില്ലയുടെ പടിഞ്ഞാറ് തലയ്ക്ക്. നിങ്ങൾ അന്വേഷിച്ച് നോക്കിയത് ഉണ്ടായതാണോന്ന്. വാപ്പ കൃഷി ഓഫീസർ, ഉമ്മ ഹൈസ്കൂൾ HM വിദ്യാഭ്യാസമുള്ളവരല്ലേ. ഒറ്റ മോൻ കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ടുവന്ന് എഞ്ചിനീയറിംഗിന് ചേർത്തു. പ്രിൻസിപ്പാൾ പുറത്താക്കി. കാരണം സഹപാഠികൾക്കും അധ്യാപകർക്കും ഒരു രക്ഷയുമില്ല, ഇവൻ അത്രമാത്രം ദ്രോഹിയായി. മയക്കുമരുന്ന്. എന്താ അവസ്ഥ എന്നറിയോ? മകനിതാ കോളേജിൽ നിന്നും തിരിച്ചു വരുന്നു. എന്തേ? എന്നെ പുറത്താക്കി. മാന്യനായ വാപ്പാക്ക് നാണക്കേടായില്ലേ? മാന്യതയായ ഉമ്മാക്ക് മാനക്കേടായില്ലേ? ചെറായി ജംഗ്ഷനിൽ തന്നെ ഒരു സ്പെയർ പാർട്സിന്റെ കടയിട്ട് കൊടുത്തു. മോന്റെ അവസ്ഥ എന്താണെന്നറിയാൻ വേണ്ടി ഒരു ദിവസം ഒരു 10 മണി കഴിഞ്ഞപ്പോ വാപ്പ ഒന്ന് ചെന്നു. നമുക്കിപ്പോ കടയിൽ ആരുമില്ല, കട തുറന്നിട്ടിരിക്കുകയാണ്. ആ കാശുമേശയുടെ അടുത്തുള്ള കസേരയിൽ വാപ്പ കയറി അങ്ങോട്ട് ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ അവൻ അവിടെ ഇങ്ങനെ വരുവാണ്, ആടി ആടി. കടയിലേക്ക് കയറി വന്നപ്പോ കസേരയിൽ വേറെ ആളാലിക്കണേ. നിന്നോടാരാ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു? ഒരു ചവിട്ടം കൊടുത്തു. ഈ കസേരയോട് കൂടി പടപടാന്ന് ശബ്ദം കേട്ടപ്പോ സ്റ്റോപ്പിൽ നിന്ന് ആളുകളൊക്കെ തിരിഞ്ഞു. അപ്പൊ ഇയാൾ തല്ലിപ്പിടച്ചെണിക്കുക. ലിവർ എന്ന് പറഞ്ഞൊരു കമ്പി ആ കടയിലുണ്ട്, ഈ ജാക്കി പൊക്കണ കമ്പിയാണ്. അതെടുത്തോണ്ട് മൂപ്പര് വീട്ടിലേക്ക് പോകും. ഭാര്യ ചോദിച്ചു, ഇതെന്തിനാ? ഇവിടെ ഇരുന്നോട്ടേടി, ഇത് നാളെ ഒരു സാധനം കുത്തി പൊക്കാണ്ട്, അതിനു വേണ്ടി കൊണ്ടുപോകും. നേരം രാത്രിയായി. പതിവ് പോലെ മത്തായിക്കൊണ്ടിട്ട് മോനിങ്ങോട്ട് വരികയാണ്. അവന്റെ റൂമിലേക്ക് കയറി മിനുമിനത്തെ കിടക്കയിലേക്ക് കമിഴ്ന്നങ്ങോട്ട് കിടന്നപ്പോ ഈ ലിവർ പൊക്കി പിടിച്ചോണ്ട് പിതാവ് അവിടെ നിന്ന് ഇറങ്ങി. കാര്യം അപകടമാണല്ലോ എന്ന് മനസ്സിലാക്കിയ ഭാര്യ മുന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. അരുതേ, ചെയ്യല്ലേ. ആ സമയത്ത് ഭയങ്കര ആരോഗ്യ, ഒറ്റ തട്ട് ഫുട്ബോൾ ബോൾ തിരിച്ചു പോയി. ഭാര്യ ഓടി അകത്തേക്ക് ചെന്നു. ശാന്തമായി കിടക്കുന്ന മകന്റെ ശിരസിനെ ലക്ഷ്യം വെച്ച് ഒരൊറ്റ അടി. തലയോട്ടി പൊട്ടി, തലച്ചോറ് ചിതറി. തന്റെ ശരീരത്തിലേക്ക് തെറിച്ചതെല്ലാം കൊടഞ്ഞ് കൊട്ടിക്കളഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഹാജരായിട്ട് പറഞ്ഞു, സാറേ, ഞാൻ നല്ലൊരു കാര്യം ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് വേണ്ടി ആര് ജാമ്യമെടുക്കാൻ വന്നാലും നിങ്ങൾ ആ ജാമ്യാപേക്ഷ എടുക്കണ്ട, അനുവദിക്കരുത്. എന്നെ എന്നാണോ നിയമം പുറത്തുവിടുന്നത് അന്ന് ഞാൻ പുറത്തു പോയാ മതി. കാരണം ഞാൻ ഒരു നല്ല കാര്യം ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. അല്ലടാ, 10ാമത്തെ വയസ്സിൽ ചുള്ളിവടി എടുത്തു കൊട്ട്, 18ാമത്തെ വയസ്സിൽ ലിവർ വെച്ചടിക്കാനല്ല പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിച്ചത്. 10ാമത്തെ വയസ്സിലാണ് ചുള്ളിവടിയുടെ ഉപയോഗം. ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ ദുനിയാവിലും അനുഭവിക്കേണ്ടി വരും.